പ്രമുഖ മോഡൽ അൽക്ക ബോണി കൊക്കൈനുമായി പിടിയിലായ വാർത്ത കഴിഞ്ഞ ദിവസമാണ് ഞെട്ടിച്ചത്. പോലീസ് പുറത്തുവിട്ട ഈ വാർത്തയുടെ വസ്തുതകൾ തേടി ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ മോഡൽ തന്നെയായ അൽക്ക ബോണിയിലേക്ക് ഞങ്ങളെത്തിയത്. അൽക്ക ബോണിയുടെ വെളിപ്പെടുത്തലാണ് ഇന്ന് ന്യൂസ് 18 പുറത്തുവിടുന്നത്. കൊച്ചിയിലെ ലഹരി കേസിനെ കുറിച്ച് തുറന്നു പറയുകയാണ് അൽക്ക ബോണി. ഫ്ളാറ്റിൽ തന്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോഴാണ് പോലീസിന്റെ പരിശോധന നടന്നത്. കൊക്കൈൻ എത്തിച്ചത് സുഹൃത്തായ യുവാവാണെന്നാണ് അൽക്ക ബോണി ന്യൂസ് 18നോട് പറയുന്നത്. മെയ് 17-ന് എളമക്കര പോലീസ് പിടികൂടിയത് അൽക്ക ബോണി ഉൾപ്പെടെ 6 പേരെയാണ്. ലഹരി കൊണ്ടുവന്ന യുവാവിനെ കുറിച്ച് വിവരം നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല എന്ന ഗുരുതരമായ ആരോപണവും അൽക്ക ബോണി ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം അൽക്ക ബോണിയുടെ വാക്കുകൾ കേൾക്കാം. എന്താണ് അന്നത്തെ കൊച്ചി നഗരത്തിലെ ആ ലഹരി കേസിൽ സംഭവിച്ചത്? അൽക്ക ബോണി തന്നെ ഇപ്പോൾ ന്യൂസ് 18നൊപ്പം ചേരുന്നുണ്ട്. അൽക്ക ബോണിക്ക് ഈ ലഹരി ഇടപാടുണ്ടോ? അന്ന് നിങ്ങളുടെ ഫ്ലാറ്റിൽ നിന്നും ലഹരി പിടിച്ചിരുന്നു. യൂസ് ചെയ്യാറ് ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ പാർട്ടി വൈബ് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ നെക്സ്റ്റ് ഡേ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അപ്പൊ ബർത്ത്ഡേക്ക് വേണ്ടി മെയ് 18-നാണ് ബർത്ത്ഡേ. മെയ് 18-നാണ് ബർത്ത്ഡേ. അപ്പൊ നെക്സ്റ്റ് ഡേ ബർത്ത്ഡേ. അപ്പൊ എനിക്ക് തോന്നുന്നു അതിനകത്ത് ആരെങ്കിലും ചില സർപ്രൈസ് വരാൻ വേണ്ടിയോ എന്തെങ്കിലും വെച്ചതായിരിക്കും. റൂമിനകത്തുള്ള കാര്യം എനിക്കൊന്നും അറിയില്ലായിരുന്നു. ബിക്കോസ് ഞങ്ങൾ ആ സമയത്ത് വേറൊരു സ്ഥലത്തോട്ട് പോകാനായിട്ടുള്ള പ്ലാനിങ്ങിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. ബിക്കോസ് മെയ് 18 ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ ഓഫനേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ഒരു പ്ലാനിങ് നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. കൊക്കൈനാണ് പിടിച്ചെടുത്തത്. അതെ. അത് ആരുടെ ബാഗിൽ നിന്ന് പിടിച്ചത്? എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ബാഗിൽ നിന്ന് പിടിച്ചത്. അത് എന്തിനാ അവിടെ കൊക്കൈൻ എത്തിച്ചത്? നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്? ആക്ച്വലി അതിനകത്ത് ആകെ ഒരു ചെറിയ ക്വാണ്ടിറ്റി എങ്ങാണ്ട് അവർ പിടിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തായാലും യൂസ് ചെയ്യാൻ വെച്ചതായിരിക്കുള്ളൂ. ആർക്ക്? സുഹൃത്തിനോട് പറഞ്ഞിട്ടില്ല ഈ സാധനം എൻ്റെ കയ്യിലുള്ള അവൻ്റെ കയ്യിലുള്ള കാര്യം. അവൻ എനിക്ക് തോന്നുന്നത് മേ ബി റൈറ്റ് 12 മണിക്ക് വേണ്ടി വെച്ചതായിരിക്കും. നിങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതല്ല? ഒരിക്കലും അല്ല. അല്ല, ഇത് പോലീസ് നിങ്ങൾക്ക് 6 പേർക്കെതിരെ കേസ് ചുമത്തി റിമാൻഡിലായി. പിന്നീട് 20 ദിവസത്തിന് ശേഷമാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. അതെ. ഇത് കോടതിയിൽ ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നോ? അങ്ങനെയാണ് ജാമ്യം കിട്ടിയത്. പക്ഷേ പോലീസ് പറഞ്ഞത് അൽക്ക ബോണിയാണ് ഈ ലഹരി ഇടപാടിലെ പ്രധാനി എന്ന് പറഞ്ഞു. ലഹരി വിൽപ്പനയുണ്ടോ? ഇല്ല. ലഹരി ഉപയോഗിക്കാറുണ്ടോ? വല്ലപ്പോഴും ഇടയ്ക്ക് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോഴും എന്നും ഈ കേസിന് ശേഷം? അല്ല, കേസിന് മുന്നേ കുറച്ചാൾ നിർത്തിയായിരുന്നു. 1 വീക്ക് 2 വീക്ക് ഒക്കെ. ബട്ട് അപ്പോഴേക്കും അതിനകത്തിട്ടു. ഇനിയിപ്പോൾ അങ്ങനെ പറയാലോ. കൂടെ പിടിച്ച എല്ലാവരുടെയും കാര്യം ഞാൻ പറയുവാണെങ്കിൽ എല്ലാവരും ഞങ്ങൾ 6 പേരും യൂസ് ചെയ്യും. ബട്ട് ഇതുവരെ സെയിലിന്റെ കാര്യം ചെയ്തിട്ടില്ല. ഈ അഭിമുഖത്തിലാണ് ഈ അൽക്ക ബോണി ഇത്തരം വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഇനിയാണ് അൽക്ക ബോണിയുടെ വാക്കുകൾ ഞെട്ടിക്കുന്നത്. കൊച്ചിയിൽ പരസ്യ ലഹരി വിൽപ്പന നടക്കുന്നു എന്നതാണ് അൽക്ക ബോണി വെളിപ്പെടുത്തുന്നത്. കൊച്ചിയിലെ മറൈൻ ഡ്രൈവും കലൂർ സ്റ്റേഡിയവും ലഹരി ഇടപാടിന്റെ പ്രധാന കേന്ദ്രങ്ങളെന്നാണ് ഇവർ നടത്തിയ വെളിപ്പെടുത്തൽ. കൊച്ചിയിൽ പരസ്യമായിട്ടാണ് ലഹരി വിൽപ്പന നടക്കുന്നതെന്നും അൽക്ക ബോണി പറയുന്നു. താൻ 3 വർഷമായി ലഹരി ഉപയോഗിച്ചിരുന്നു. ഒപ്പം ഈ കേസുമായി വന്നതിന് ശേഷം താൻ ലഹരി ഉപയോഗം നിർത്തിയെന്നും അൽക്ക ബോണി ന്യൂസ് 18 പറയുന്നു. മോഡലിംഗിന്റെ മറവിലൊക്കെ ഈ ലഹരി ഇടപാടുകൾ ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. അങ്ങനെയുള്ളതാണോ? എത്ര വർഷമായിട്ട് അൽക്ക ബോണി? ചില മോഡൽസ് ഇങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. ബട്ട് ആരും സെയിൽ ചെയ്യാനുള്ള ധൈര്യം കാണിക്കില്ല. ബിക്കോസ് ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്കിക്കോ. ഈ ഒരു കേസ് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് ഇതുവരെ ഒരു ഓഫർ പോലും മോഡലിന്റെ വന്നിട്ടില്ല. എത്ര നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഡ്രഗ്? ഞാൻ കഴിഞ്ഞ ഒരു 3 years ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ മോഡലിംഗ് ഇറങ്ങിയിട്ട് 6 വർഷമായി. 3 വർഷമായിട്ട് ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെ? സാധാരണ അത് അതിന്റെ ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുണ്ടോ? ഓഫ് കോഴ്സ്. ഉപയോഗിച്ചു കഴിഞ്ഞപ്പോ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിൽ ഭയങ്കര ആക്റ്റീവ് അതൊക്കെ ആയിരിക്കും. ബട്ട് അത് കഴിഞ്ഞൊരു 5-6 ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സമയത്ത് എന്തായാലും ഓരോ ഓർമ്മ ഉണ്ടാവില്ല. മിസ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ എന്താ പറയാ, നമുക്ക് നോ പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ബോഡിയാണ് അവർ നമ്മളെ ടച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് തീരുമാനിക്കേണ്ടത്. അല്ല ആരും വന്ന് പിടിച്ചു പറിക്കും അങ്ങനത്തെ സ്കീമൊന്നും മോഡലിംഗിലില്ല. അഫ്കോഴ്സ് ഇപ്പൊ അങ്ങനെ ആരെങ്കിലും വന്ന് അവരോട് പെമ്പിളോട് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കും അതിന് ഓപ്ഷൻ ഉണ്ട് നോ പറയാനായിട്ടുള്ള. കൊച്ചിയിൽ മോഡലിംഗ് മോശം ഞാൻ പറയില്ല. പക്ഷെ കൊച്ചിയിൽ ഡ്രഗ്സ് കിട്ടാൻ ഭയങ്കര ഈസിയാണ്. ബാംഗ്ലൂരേക്കാളും? അതെ. അതെന്താ കാര്യം? സത്യം ഞാൻ പറയുക. ബിക്കോസ് കൊച്ചിയിൽ എല്ലാവരും ഇപ്പൊ ഞാൻ പറയാം, മെറാൻ ട്രാവലിൽ പോയിക്കോ, ചുമ്മാ പോയിട്ട് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരിലുണ്ടാവും.
കൊച്ചിയിൽ വ്യാപകമാണ് ലഹരി. അതെ. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഡ്രഗ് കിട്ടുന്നത്? ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ വാങ്ങിക്കുന്നത്. നിങ്ങൾ ആരുടെ അങ്ങനെയൊക്കെ ലൈക്ക് നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല യൂസ് ചെയ്താണെന്നൊക്കെ. പോയി ചോദിക്കണം എന്താ. അങ്ങനെ സ്ഥിരം തരുന്ന ഒരു റാക്കറ്റ് ഉണ്ടോ? സ്ഥിരമായിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് എടുക്കില്ല. നിങ്ങൾ വാങ്ങില്ല? അതുകൊണ്ട് പോലീസ് ലോട്ട്സ് ഓഫ് പീപ്പിൾ. നമുക്ക് ഇങ്ങനെ ഡെയിലി വേണമെന്നില്ലല്ലോ. വല്ലപ്പോഴും വരുമ്പോ നോക്കുക, ശരി നോക്കട്ടെ. എവിടെയൊക്കെയാ കൊച്ചിയിൽ എവിടെയൊക്കെയാ ഈ ഡ്രഗിന്റെ ഇടപാടുകളുള്ളത്? മറൈൻ ഡ്രൈവിലുണ്ട്. പിന്നെ എവിടെയൊക്കെയാ ഉള്ളത്? അങ്ങനത്തെ പബ്ലിക് പ്ലേസസിൽ മിക്കയിടത്തുണ്ട്. പരസ്യമായിട്ട് വിൽക്കുന്നുണ്ട്. അതെ. അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന ന്യൂസ് ഈ പറയുന്നതൊക്കെ കേട്ടുവെക്ക് ചിരി വരുന്നത് അങ്ങനൊന്നും അല്ല. ലോഡ്ജിലോ അവിടെയൊന്നും അല്ല, ഒരിക്കലും അല്ല. യെസ്, പരസ്യമായി പൊതുവിപണിയിൽ കിട്ടാനുണ്ട്. പോക്കറ്റ് നിറയെ വെച്ചിട്ട് ഇങ്ങനെ നടക്കും. ഒരു വട്ടം സ്റ്റേഡിയം പോലത്തെ ചോദിച്ചു കൊടുക്കുമോ? 0.5 വേണം. കൊച്ചി നെഹ്റു സ്റ്റേഡിയം. യെസ്, കലൂർ സ്റ്റേഡിയം. എന്ത് MDMA വേണോ? അവിടെ പോലീസും പരിശോധന ഒന്നുമില്ല. പോലീസും പരിശോധന ഇല്ലെന്നല്ല, they are very vigilant, they are very cunning, the boys. അവരിങ്ങനെ നോക്കും, പോലീസ് എല്ലാ സമയം നോക്കി നൈസായിട്ട് പോകും. പ്രധാനമായിട്ട് ഈ സിന്തറ്റിക് ഡ്രഗ് ആണ് കൂടുതലും മെയിൻലി പോകുന്നത്. നിങ്ങളുടെ ഈ സുഹൃത്തുണ്ടല്ലോ, അന്ന് പിടിയിലായി അൽക്കാ ബോണിയെ പിടിച്ച ഫ്ലാറ്റിൽ കൊണ്ടുവച്ച ഡ്രഗ് കൊക്കയും കൊണ്ടുവച്ച സുഹൃത്ത്, പുള്ളിക്ക് ഈ വിൽപ്പന ഉണ്ടോ അറിയാവോ? ഇല്ല, പുള്ളി ഉപയോഗിക്കാൻ കൊണ്ടുവന്നാണ്. എവിടെ നിന്നായിരിക്കും കിട്ടിയത്? എനിക്കറിയില്ല. ഈ അൽക്കാ ബോണിക്ക് നിങ്ങളുടെ പെൺ സുഹൃത്തുക്കളുണ്ടോ? അതോ ഉണ്ട്, അവരുപയോഗിക്കും? ഉപയോഗിക്കുന്നവരുണ്ട്, എല്ലാത്തവരുണ്ട്, രണ്ടുമുണ്ട്. യെസ്, ഇതാണ് അൽക്കാ ബോണിയുടെ വാക്കുകൾ. കൊച്ചിയിൽ എങ്ങനെയാണ് ലഹരി വരുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനം, ബംഗളൂരുവിനേക്കാൾ ഏറ്റവും സുലഭമായി ലഹരി കിട്ടുന്ന ഇടമാണ് കൊച്ചി എന്നതാണ് അൽക്കാ ബോണി തുറന്നു പറയുന്നത്. മോഡലിംഗ് രംഗത്ത് ലഹരി ഇടപാടുകൾ നേരത്തെ ന്യൂസ് 18 പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്. ടോം കുര്യാക്കോസ് തന്നെ ഇക്കാര്യം തുറന്നു കാട്ടിയതുമാണ്. പക്ഷേ അത് അൽക്കാ ബോണി നിഷേധിക്കുകയാണ്. എന്തായാലും ഇതിൽ അന്വേഷണ സംഘം തന്നെ സ്ഥിരീകരണം നടത്തട്ടെ. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, പൊതുവിടങ്ങളിൽ പോലും സുലഭമാണ് ലഹരി എന്നതാണ്. ടോം നമുക്കൊപ്പമുണ്ട്. ടോം, അൽക്കാ ബോണി തുറന്നു പറയുകയാണ്, ചില കാര്യങ്ങൾ അവർ താൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യം സമ്മതിക്കുന്നുണ്ട്, ഒപ്പം ഇത് കിട്ടുന്ന വഴികളൊക്കെ